പറ്റും. 24 hours നമ്മൾ വെള്ളം മാത്രം കുടിക്കുക. വയറ്റിൽ നിന്ന് വിളിയും മാന്തലും ഒക്കെ തുടങ്ങും. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുമോ? എനിക്ക് വിശക്കണം. ഇന്നെൻ്റെ തലകുളി ഡേ ആണ്. ഇന്ന് അടിച്ച് നനച്ച് കൂച്ചിട്ടുണ്ട് ബാക്കി കാര്യം. ഇത് 60.8 ആയിരുന്നു. 8 kg ആൾക്കാർ ഈ പരിപാടി ചെയ്യാൻ പാടില്ല. കൈസ് കയറിപ്പോൾ എടുത്തു. ഹലോ നാട്ടുകാരെ, പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുമോ? പറ്റും. പറ്റണമല്ലോ. അതിനൊരു കിണ്ണം കാച്ചി ഐഡിയ ഉണ്ട് ഗൈസ്. അതാണ് വാട്ടർ ഫാസ്റ്റിംഗ്. അതെ, പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 24 മണിക്കൂർ ഇരിക്കണം. ഈ ഒരു വീഡിയോ മുഴുവൻ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ എങ്ങനെയൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അംഗം തുടങ്ങാം. ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വളരെ താമസിച്ച് എണീറ്റാൽ മതി, വേറെ അങ്ങ് പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യം 9, 9:30, 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഉറക്കം എണീറ്റുണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, പച്ചവെള്ളം മാത്രമാണ് കുടിച്ചത്. അതാണ് വാട്ടർ ഫാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ 24 hours നമ്മൾ വെള്ളം മാത്രം കുടിക്കുക. വേറെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫുഡും നമ്മളെ സ്റ്റൊമക്കിന് നമ്മൾ കൊടുക്കാതിരിക്കുക. ഈ ഒരു വെപ്രാളം വേവലാതിയൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വിശപ്പിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കാട്ടിച്ച് കൂട്ടുന്നത് ഗൈസ്. അതായത് നമ്മൾ വീട്ടിൽ ഇരുന്ന വിശപ്പിൻ്റെ ദൈർഘ്യവും വിശപ്പിൻ്റെ വേദനയും മരണവെപ്രാളവും ഒക്കെ കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ 10, 10:30, 11 മണി ആയപ്പോഴത്തേനും ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളെ മെബിലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ഒരു മസ്കാരയും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങോട്ട് അൺബോക്സിങ് ചെയ്ത് എല്ലാം അങ്ങോട്ട് വാരിപ്പൂശി ലുലു മാളിലോട്ട് വെച്ച് പിടിക്കാനായിട്ട് പോവാണ്. ലുലു മാളിൽ ഇപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, വെറുതെ ഞാൻ പറഞ്ഞില്ലേ, വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും വയറ്റിൽ നിന്ന് വിളിയും മാന്തലും ഒക്കെ തുടങ്ങും. അപ്പോൾ അതൊക്കെ മറക്കാനായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് നേരം ഞാൻ എൻ്റെ ബുക്സൊക്കെ എടുത്തിട്ടാണ് പോയത്. ഇവിടെ കുറച്ച് നേരം ഞാനിരുന്ന് വായി നോക്കി. അത് കഴിഞ്ഞ് ഞാനിവിടെ ഇരുന്ന് പഠിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി അതൊക്കെ മേടിച്ചു. ഈ ഒരു പെഡിഗ്രിയുടെ സെക്ഷൻ കണ്ടപ്പോഴത്തേനും ഞാൻ എൻ്റെ ചില്ലിയെ വളരെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പറയാനാണ്, പോകാനുള്ളവരെപ്പോഴായിരുന്നാലും സമയമാകുമ്പോൾ പോകും അല്ലേ, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടപ്പോഴത്തേനും എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നി. ചെറിയ കുപ്പിയാണ്, ഭയങ്കരമായിട്ട് നമുക്ക് ക്യാരി ചെയ്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ട് തോന്നി. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു. ഒരു 12 ഞാൻ വെച്ച് പിടിച്ചു വീട്ടിലോട്ട്. എന്താ പറയുക, വാട്ടർ ഫാസ്റ്റിംഗ് ഇപ്പോൾ ഉച്ചവരെ എത്തി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്കറിഞ്ഞു എൻ്റെ കൈയൊക്കെ വിറച്ച് തുടങ്ങി. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. നമ്മൾ വെള്ളം മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ, വേറെ സാധനമൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് വെച്ചാൽ മാക്സിമം നമ്മുടെ സെൽഫ് നമുക്ക് എൻഗേജ്ഡ് ആക്കി വയ്ക്കുക. അതായത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴത്തേനും വിശപ്പിൻ്റെ ഒരു ഭയങ്കര ഒരു ഇത് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ചിലപ്പോൾ ആ ഒരു പെയിൻ നമുക്ക് കുറഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. എനിക്കറിഞ്ഞൂടെ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരുമാതിരി തല ചുറ്റുന്നതായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഒരു എന്തോ ഒരു സംഭവം എന്തോ ഒരു കംപ്ലീറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. മൊത്തത്തിൽ എംറ്റി ആയിട്ടാണ് തോന്നുന്നത് ഗൈസ്. ഒന്നുമില്ലാത്ത പോലെ തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ലുലു മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ അത്ര അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും ആയിരുന്നില്ല, പക്ഷേ ഞാൻ മനഃപൂർവ്വം പോയതാണ്. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമൊന്നും. മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. വെറുതെ ഇരുന്ന് എന്തായാലും വിശക്കും. അതുകൊണ്ടൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡാൻസ് വെച്ച് കച്ചാന്ന് വിചാരിച്ചു. വൈ നോട്ട്? അപ്പം ഞാനൊരു ഡാൻസ് പറന്ന് കളിച്ചു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അങ്ങ് സമയം പോയി. ഗൈസ്, എനിക്ക് വിശക്കണം, നല്ല വിശക്കണം. ഡാൻസ് കളിച്ചിരുന്നപ്പോഴത്തേനും പിന്നെ എന്തായാലും കുറച്ച് നേരം ബോറടിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തലയിൽ കുറച്ച് ഈ എണ്ണ വാരി അങ്ങ് തേച്ചു. കാരണം ഇന്ന് സൺഡേ ആണല്ലോ, ഇന്നെൻ്റെ തലകുളി ഡേ ആണ്. ഇന്ന് അടിച്ച് നനച്ച് കൂച്ചിട്ടുണ്ട് ബാക്കി കാര്യം. അപ്പോൾ തുണി കഴുകാനായിട്ട് ഞാൻ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ തുണിയും കൂടെ കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും സമയം അങ്ങനെ അങ്ങ് പോയി കിട്ടുമല്ലോ. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഗൈസ്. വിശന്നെൻ്റെ കിളിവാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആകുമ്പോഴത്തേനും വിശപ്പിൻ്റെ ആ ഒരു നമ്മൾ ശ്രദ്ധിക്കത്തില്ല. എങ്ങനെയാണ് എൻ്റെ ഐഡിയ? അപ്പോൾ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരു സംഭവം, ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വെയിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് എന്ന് പറയുന്നത് അതായത് 60.8 ആയിരുന്നു. 8 kg ആയിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് 61 എനിക്ക് കിലോ ഉണ്ടായിരുന്നു. ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നതിൻ്റെ തലേ ദിവസത്തെ വെയിറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വെയിറ്റ്, അതായത് വെയിറ്റ് നോക്കിയ വീഡിയോ ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം അവരുടെ പെട്ടെന്നൊരു റിസൾട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വാട്ടർ ഫാസ്റ്റിങ്ങിന് പറയുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടി ഈ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നല്ല രീതിയിൽ പോവുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ആരൊക്കെ ഈ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല?
ആരൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ലാക്ടേറ്റിംഗ് മദേഴ്സ് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ വന്നിട്ട് പിന്നെ ഷുഗർ, പ്രഷർ ഇതിനൊക്കെ പ്രത്യേകം മരുന്ന് കഴിക്കുന്നവർ, ഹൈപ്പോ ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ ഒക്കെ ഉള്ള ആൾക്കാർ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം ഇതൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രത്യേക തരം അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരൊന്നും ഈ പരിപാടി ചെയ്യാൻ പാടില്ല. പിന്നെ ചുറ്റി വീഴുന്ന ആൾക്കാർ ഈ പരിപാടി ചെയ്യാൻ പാടില്ല ഗൈസ്. അപ്പോൾ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഉച്ചയെന്ന് വൈകുന്നേരമായി. അപ്പോൾ ഞാൻ എന്തായാലും എക്സസൈസ് ചെയ്യാനായിട്ട് മറന്നിട്ടല്ല. നമ്മൾ നന്നായ രീതിയിൽ എക്സസൈസ് ചെയ്തു, നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേനും സംഭവവികലമായിട്ടുള്ള ഡിന്നർ. ഓക്കെ, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ വായി നോക്കി വായിൽ വെള്ളം നിറച്ചിരുന്നു ഗൈസ്. എങ്ങനെയും കഷ്ടപ്പെട്ട് ഈ ഒരു ദിവസം എനിക്കൊന്ന് നീട്ടി കിട്ടിയാൽ മതി എന്നൊരു ചിന്തയായിപ്പോയി ഫൈനലായിട്ട് വന്നപ്പോഴത്തേനും. അങ്ങനെ ഞങ്ങൾ നേരെ അതിനിടയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് കഴുകാനിട്ട തുണിയൊക്കെ വൈകിട്ട് പോയി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും സ്റ്റെപ്പ് കയറിപ്പോയി എടുത്തു. പിന്നെ ഇതാ രാവിലെ ആയിരിക്കുകയാണ്, ഞാൻ കോളേജിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ എനിക്ക് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല, നല്ല കുഴപ്പമൊന്നും ഇല്ലാതെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇപ്പോൾ നോക്കൂ, എനിക്ക് 59.5 kg ആണ് ഇത് കുറഞ്ഞിട്ടുള്ളത്. അതായത് 60.80 നിന്ന് 59.5 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. നമുക്ക് നല്ലൊരു വിശന്നിരിക്കുമ്പോഴത്തേനും കുറേ നേരം വിശപ്പുണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ വിശപ്പ് അങ്ങ് മാറിയപ്പോഴത്തേനും നല്ലൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കിടിലനായിട്ട് തോന്നി, നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിക്കുന്നത്, എല്ലാ സൺഡേയും എല്ലാ വീക്കിലും. അപ്പോൾ എന്തായാലും അപ്ഡേഷനൊക്കെ അറിയിക്കാം. അത്രയേ ഉള്ളൂ, ബൈ.